ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് മൊഡ്യൂൾ എല്ലാവരും നോട്ടെല്ലാം കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ നോക്കണത്രേ, കുറച്ച് പേരെന്തായാലും ആദ്യമേ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോട്ട് എല്ലാവരും കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. പിന്നെ എക്സാം നോക്കിയിട്ട് ഞാൻ നടത്തും. ഇപ്പോൾ എക്സാം നടത്തി എത്ര എഫക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല. നിങ്ങളും ആത്മാർത്ഥമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒരു ഓൺലൈൻ എക്സാം നടത്താമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഡേറ്റ് പറയാം. എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കുക. ഫസ്റ്റ് മൊഡ്യൂൾ എന്തായാലും നല്ലോണം പഠിച്ചു വെക്കുക. ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ടൈമുണ്ട്. ക്ലാസ്സിനൊന്നും വരണ്ടല്ലോ, ഇപ്പോൾ വീട്ടിലിരുന്ന് ക്ലാസ് കാണുമല്ലോ ഉണ്ടോ. അതുകൊണ്ട് നമ്മൾ കിട്ടുന്ന ടൈം എന്തായാലും പഠിച്ചു വെക്കുക. അപ്പോൾ അടുത്ത സെക്കൻഡ് മൊഡ്യൂൾ നെറ്റ്വർക്ക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതിൽ ഫസ്റ്റ് ടോപ്പിക്ക് നെറ്റ്വർക്ക്. നമ്മൾ പല ടൈപ്പിലെ നെറ്റ്വർക്ക് എല്ലാവരും കേട്ടിട്ടുണ്ട് ഇല്ലേ? നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിൻ്റെ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? എ സിസ്റ്റം ഓഫ് ഇൻ്റർ കണക്റ്റഡ് കമ്പ്യൂട്ടർ ഡിവൈസസ്. അപ്പോൾ കോമൺലി നെറ്റ്വർക്ക്, അതായത് ആദ്യകാലത്തൊന്നും നമ്മൾ കമ്പ്യൂട്ടേഴ്സ് മാത്രമാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പം എന്നാ ഒരുപാട് ഡിവൈസസ് നമുക്ക് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യാൻ പറ്റും. വയേർഡ് ഓർ വയർലെസ് ഡിവൈസസ് നമ്മൾ കുറേ ഡിവൈസസ് നമുക്ക് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻ്റർകണക്റ്റഡ് സിസ്റ്റം ഓഫ് ഇൻ്റർകണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ്. ദെൻ നെറ്റ്വർക്ക് ഈസ് എ സിസ്റ്റം ഓഫ് ഇൻ്റർകണക്റ്റഡ് computers, telephone or other communication devices that can communicate with one another and share applications and data. അപ്പോൾ ഇൻ്റർകണക്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ആണ്. ഇൻ്റർകണക്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് that can അവർക്ക് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. ആൻഡ് ഓൾസോ നമ്മൾ നെറ്റ്വർക്കിൽ എന്താ ചെയ്യുക? ഷെയർ ചെയ്യും. ആപ്ലിക്കേഷൻസ് ആൻഡ് ഡാറ്റ. നെറ്റ്വർക്ക് ഈസ് എ സിസ്റ്റം ഓഫ് interconnected computers, telephones or other communication devices that can communicate with each other and also share applications and data. ആപ്ലിക്കേഷൻസും ഷെയർ ചെയ്യുക, ഡാറ്റയും ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളൊരു നെറ്റ്വർക്കിൽ എന്താ ചെയ്യുന്നത്? എന്നിട്ട് നമ്മൾ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത് ഇത് ഒന്നുകിൽ നമ്മുടെ ഡാറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഡിവൈസിൽ നിന്ന് എന്തെങ്കിലും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഡിവൈസസ്, കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസസ്, ഹാർഡ്വെയർ ഡിവൈസസ് അല്ല, കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസസ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസസ് ആയിരിക്കണം. കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ഇതില്ല, കമ്പ്യൂട്ടേഴ്സ് ആവാം, നമ്മൾ മൊബൈൽ ഫോൺസ് നമ്മൾ വൈഫൈ നെറ്റ്വർക്ക് വെച്ച് കണക്ട് ചെയ്യുന്നില്ലേ, അതുപോലെ നെറ്റ്വർക്കിൽ വരുന്നത് കുറേ നെറ്റ്വർക്കിംഗ് ഡിവൈസസ് ഉണ്ട്. മോഡം, ബ്രിഡ്ജ്, സ്വിച്ച്, അങ്ങനെയുള്ള നെറ്റ്വർക്കിംഗ് ഡിവൈസസ്. അതിലൊരു ഇൻ്റർകണക്റ്റഡ് സിസ്റ്റമാണ് നെറ്റ്വർക്ക്. നെറ്റ്വർക്ക് ഈസ് എ സിസ്റ്റം ഓഫ് ഇൻ്റർകണക്റ്റഡ് കമ്മ്യൂണിക്കേറ്റ് ഡിവൈസസ് ദാറ്റ് ക്യാൻ ഷെയർ ആപ്ലിക്കേഷൻ ആൻഡ് ഓൾസോ ഡാറ്റ. അപ്പോൾ അതുപോലെ തന്നെ കുറേ ടൈപ്സ് നെറ്റ്വർക്ക്സ് ഉണ്ട്. നമ്മൾ ചെറിയൊരു ഓഫീസിലെ എല്ലാ സിസ്റ്റംസും കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു കോളേജ്, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ചെറിയ നെറ്റ്വർക്ക്. അവിടെയുള്ള എല്ലാ ഡിവൈസസും നമുക്ക് അവിടുത്തെ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ അതുപോലെ തന്നെ
നമ്മളിപ്പം ഇൻ്റർനെറ്റ് എന്നാൽ അതൊരു വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. അതായത് കൺട്രീസ് അതായത് ലാർജ് ഡിസ്റ്റൻസിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത്, അതായത് വിത്തിൻ എ കൺട്രി ഓർ അങ്ങനെ കണക്ട് ചെയ്യുന്നതാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. then അതുപോലെ തന്നെ ഒരു സിറ്റിയിൽ കണക്ട് ചെയ്യാൻ, സിറ്റീസിൽ ഒരു ഡിവൈസിൻ്റെ ഒരു നെറ്റ്വർക്കാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്സ്. നമ്മൾ ഹോമിൽ ഒരുപാട് നമ്മളിപ്പം ഒരു ഹൈടെക് ആയിട്ടുള്ളൊരു സ്ഥലത്താണ് നമ്മളെ വയർലെസ് ഡിവൈസസും എല്ലാം കണക്ട് ചെയ്യും, ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യും. നമ്മൾ കേട്ടിട്ടുണ്ട് IoT ആപ്ലിക്കേഷൻസ് എല്ലാം വെച്ചിട്ട് ആപ്ലിക്കേഷൻ ഫങ്ഷൻ വരുന്ന പല സിസ്റ്റംസും ഉണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്നുകൊണ്ട് നമ്മളെ വീട്ടിലെ ഡിവൈസസ് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കണക്ഷൻസിന് വേണ്ടി നമ്മുടെ വീട്ടിലുള്ള ഡിവൈസ് കോമൺലി അത് വൈഫൈ ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. വൈഫൈ ഡിവൈസ് വെച്ചിട്ട് നമ്മളെ ഹോം ഡിവൈസസ് കണക്ട് ചെയ്യുന്നത്. അത് ഹാൻ. അങ്ങനെ കുറേ ടൈപ്പ് നെറ്റ്വർക്ക്സ് ഉണ്ട് പറയാം. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ നെറ്റ്വർക്ക് എന്താണെന്ന് അതിൻ്റെ ഒരു ഡെഫിനേഷൻ മനസ്സിലായില്ലേ? ഇന്റർകണക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഓർ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ദാറ്റ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ഓർ ഷെയർ ആപ്ലിക്കേഷൻസ് ആൻഡ് ഡാറ്റ. അപ്പോൾ ഷെയർ ആപ്ലിക്കേഷൻസ് ആൻഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ ഒരു സിസ്റ്റത്തിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അതൊരു അതിൻ്റെ ലൈസൻസിന് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഒറിജിനൽ വേർഷൻ. അപ്പോൾ അതെന്ത് ചെയ്യുക, നമുക്ക് നമ്പേഴ്സ് ഓഫ് ലൈസൻസ് നമ്മൾ വാങ്ങിക്കുമ്പോൾ അത്രയും ആപ്ലിക്കേഷൻ വാങ്ങിക്കണ്ട. ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ തന്നെ നല്ല എമൗണ്ട് ആവും. അപ്പോൾ അത് കുറേ എണ്ണം വാങ്ങിക്കണമെങ്കിൽ ഒരുപാട് എമൗണ്ട് ആവും. അപ്പോൾ അതെന്ത് ചെയ്യുക, നമുക്ക് നമ്മൾ സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്താൽ ബാക്കി കമ്പ്യൂട്ടേഴ്സായിട്ട് ഷെയർ ചെയ്യാം. ഇപ്പോൾ ഒരു ഓഫീസ് സോഫ്റ്റ്വെയർ ഒരു ഒറിജിനൽ വേർഷൻ ഒരു സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ അത് ബാക്കിയിൽ ഇപ്പോൾ നമുക്ക് ലൈസൻസ്, ഇപ്പോൾ നമ്പർ ഓഫ് ഇപ്പോൾ 10 സിസ്റ്റത്തിലാണെങ്കിൽ 10 സിസ്റ്റത്തിൻ്റെ ലൈസൻസ് അതിൻ്റെ കൂടെ കിട്ടും. അങ്ങനെ വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ നെറ്റ്വർക്കിലൂടെ ഷെയർ ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യുക, ആ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ വേറെ വലിയ ആപ്ലിക്കേഷൻ, അതായത് ഇമേജ് പ്രോസസ്സിങ്ങിനെല്ലാം യൂസ് ചെയ്യുന്നൊരു MATLAB അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് എല്ലാം നയിക്കുക. ഒരു സോഫ്റ്റ്വെയർ നമ്മൾ വാങ്ങിക്കും, അതിൻ്റെ കൂടെ ഒരു ലൈസൻസ്, ഇപ്പോൾ ഇത്ര നമ്പർ ലൈസൻസ് വാങ്ങിക്കും. അപ്പോൾ അത്രയും സിസ്റ്റത്തിന് എന്ത് ചെയ്യുക, അത് ത്രൂ നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നെറ്റ്വർക്കിൽ എന്ത് ചെയ്യുക, സെർവർ വെച്ചിട്ട് ഇത്രയും സിസ്റ്റത്തിന് ഷെയർ ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ജോബ് ഷെയറിങ്, ഒരേ പ്രൊജക്റ്റിൽ കുറേ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് ഷെയർ ചെയ്ത് നെറ്റ്വർക്ക് ത്രൂ ഷെയർ ചെയ്ത് എല്ലാവർക്കും എന്ത് ചെയ്യുക, അവരവരത് പാർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുക, നമുക്കൊരു സിസ്റ്റത്തിൽ നിന്നൊരു ഫയൽ വേറൊരു സിസ്റ്റത്തിൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം, അവിടുന്ന് ഇപ്പം സെർവറിലൊരു ഫയലുണ്ട്, ആ ഫയൽ എല്ലാ ആൾക്കാർക്കും ആക്സസ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക, നെറ്റ്വർക്കിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമുക്ക് ഏത് സിസ്റ്റത്തിൽ ഇരുന്നുകൊണ്ട് അത് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഷെയറിങ് ആപ്ലിക്കേഷൻസ് ആൻഡ് ഡാറ്റ. അപ്പോൾ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇൻ്റർകണക്ഷൻ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസസ് ആണ്. ഇൻ്റർകണക്ഷൻ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസസ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം വയേർഡ് നെറ്റ്വർക്ക് ഉണ്ട്, വയർലെസ് നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ then types of network. Network types. ചെറിയ പ്രശ്നമുണ്ട്. നെറ്റ്വർക്ക് ടൈപ്സ്. വാൻ എന്ന് പറഞ്ഞാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അതായത് വിത്തിൻ എ കൺട്രി, ഒരു കൺട്രിയിലെല്ലാം ഇല്ല മൊത്തം നെറ്റ്വർക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്.
അതായത് വൈഡ് ഏരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് തന്നെ ഉണ്ട്. അതായത് ഒരു വലിയ ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വൈഡ് ഏരിയ നെറ്റ്വർക്കിന് ഒരു എക്സാമ്പിളാണ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് എന്ന ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്ക് നമുക്ക് എവിടെ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ദെൻ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് സിറ്റീസിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മാൻ. അതായത് വാൻ്റെ അത്രയും അതിൻ്റെ ലെങ്ത്ത് വരില്ല, അതിൽ കുറവ്. അതായത് ഒരു ചെറിയ സിറ്റീസ് തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് മാൻ. ഒരു സിറ്റീസിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിറ്റീസിലെ സിസ്റ്റത്തിൻ്റെ കണക്ഷൻ മാൻ. ദെൻ അതുപോലെ തന്നെ ലാൻ ആണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക്. അതായത് നമ്മളിപ്പം കോളേജിലായാലും ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസിലായാലും യൂസ് ചെയ്യുന്നത് ലാൻ. ഈ ലാൻ ഇൻ്റർ കണക്ട് ചെയ്തിട്ടാണ് പിന്നെയും ഈ വാൻ അങ്ങനെയുള്ള വലിയ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലാൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അതൊരു ലോക്കൽ ഏരിയ, ഒരു ചെറിയ ഏരിയ കണക്ട് ചെയ്യും. ഇപ്പോൾ ഒരു ഓഫീസിൽ ഒരു 10 സിസ്റ്റം ഉണ്ട്. എന്ത് ചെയ്യണം? ആ 10 സിസ്റ്റം തമ്മിൽ കണക്ട് ചെയ്താൽ എന്ത് ചെയ്യുക? നമുക്ക് ഓരോ ഫയലും അതിൽ തന്നെ അപ്പുറത്തേക്ക് ഷെയർ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് 1ാമത്തെ സിസ്റ്റത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് 10ാമത്തെ സിസ്റ്റത്തിലെ ഒരാൾക്ക് ഒരു ഡാറ്റ, ഒരു ഫയൽ അവർക്ക് വേണം. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റും. ഷെയറിങ്ങിൻ്റെ മെത്തേഡ്സ് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് പറയാം. അപ്പോൾ നമ്മൾ ലാനിൽ അല്ലെങ്കിൽ ഇപ്പോൾ ലാൻ കണക്റ്റഡ് ഒരു ഓഫീസ് ലാൻ കണക്റ്റഡ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു സിസ്റ്റം സെർവറായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ആ സെർവറിൽ എല്ലാ ഡാറ്റയും ഒരു ഷെയർ ഫോൾഡറിൽ കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യുക? ബാക്കി ഏത് സിസ്റ്റത്തിനും വേണ്ടി ആ ലാനിൽ കണക്ട് ചെയ്ത് വരുന്ന എല്ലാ സിസ്റ്റത്തിനും എന്ത് ചെയ്യുക? ആ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഒരു ലാൻ കണക്ഷൻ എന്തൊക്കെ വേണം? ഒരു സ്വിച്ച് വേണം. ദെൻ ഇപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ടെങ്കിൽ എന്ത് വേണം? മോഡം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വരുന്ന ഏതാണോ നമ്മുടെ നെറ്റ്വർക്ക് പ്രൊവൈഡർ, ആ കണക്ഷൻ എന്ത് ചെയ്യും? നമ്മുടെ സ്വിച്ചിലേക്ക് കൊടുക്കും. ആ സ്വിച്ചിൽ നിന്നാണ് പിന്നെ എന്ത് ചെയ്യുക? എല്ലാ ബാക്കിയുള്ള കമ്പ്യൂട്ടേഴ്സിൽ ലാൻ കണക്ഷൻ കൊടുക്കുക. നമ്മൾ ലാൻ കേബിൾ വെച്ച് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ വയർലെസ് ആണെങ്കിൽ വയർലെസ് കണക്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ വേറൊന്ന് വരുന്നതാണ് ഹാൻ എന്ന് പറഞ്ഞാൽ ഹോം ഓട്ടോമേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഹോം ഏരിയ നെറ്റ്വർക്ക്. അത് അതായത് ഒരു ഹൗസിലെ ഡിവൈസസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്ക് പല IoT ഡിവൈസസ് എല്ലാം ഉണ്ട്. അതെല്ലാം വൈഫൈ വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുക. അത് യൂസ് ചെയ്ത വയർലെസ് കണക്ഷൻ ആയിരിക്കും. അതിൻ്റെ ഒരു എൻ്റെ ചിലപ്പോൾ നമ്മൾ ഫോണിലായിരിക്കും ഇൻസ്റ്റാൾ ചെയ്യുക. അത് നമുക്ക് ഫോൺ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിലെ എന്തെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസസ് ഓഫ് ചെയ്യാനോ ഓൺ ചെയ്യാനോ എന്ത് ചെയ്യുക? നമുക്കത് വെച്ച് പോസിബിൾ ആവും. അല്ലെങ്കിൽ നമുക്ക് ക്യാമറ ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പർപ്പസിന് യൂസ് ചെയ്യുന്നതാണ് ഹോം ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ മെയിനായിട്ട് വരുന്നത് വാനും മാനും ലാനുമാണ്. അപ്പോൾ ഇതൊന്ന് അതായത് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആൻഡ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ദെൻ അടുത്ത ടോപ്പിക്ക് ബെനിഫിറ്റ്സ് ഓഫ് നെറ്റ്വർക്ക്. ബെനിഫിറ്റ്സ് നമ്മുടെ ഡിവൈസസ് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്ത ഇത് വേണം. നമുക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയതുകൊണ്ടല്ലേ നമ്മൾ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സാണ് പറയുന്നത്. നിങ്ങൾക്ക് അറിയാം നമ്മൾ എന്തെല്ലാം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ പറഞ്ഞു ഷെയർ ആപ്ലിക്കേഷൻസ് ആൻഡ് ഡാറ്റ. അപ്പോൾ എന്താണെന്ന് അതൊരു ബെനിഫിറ്റാണ്. നമുക്ക് നമ്മുടെ ഡാറ്റ ആൻഡ് ആപ്ലിക്കേഷൻ ഷെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിപ്പം നമ്മുടെ ഡിവൈസസ് ഷെയർ ചെയ്യാൻ പറ്റും. ഷെയറിങ് ഓഫ് പെരിഫറൽ ഡിവൈസസ്.
പെരിഫറൽ ഡിവൈസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിനോട് കണക്ട് ചെയ്യുന്ന ഡിവൈസസ് ആണ് പെരിഫറൽ ഡിവൈസസ്. ഷെയറിങ് ഓഫ് പെരിഫറൽ ഡിവൈസസ്. പെരിഫറൽ ഡിവൈസ് എന്ന് പറഞ്ഞാൽ ലൈക്ക് പ്രിൻ്റർ, സ്കാനർ, ഇതെല്ലാം പെരിഫറൽ ഡിവൈസസ് ആണ്. സ്പീക്കേഴ്സ്, ഇതെല്ലാം നമ്മൾ സിസ്റ്റത്തിനോട് എക്സ്ട്രാ കണക്ട് ചെയ്യുന്ന ഡിവൈസസ് ആണ്. കാരണം പെരിഫറൽ ഡിവൈസ്, ഷെയറിങ് ഓഫ് പെരിഫറൽ ഡിവൈസസ്. നമുക്ക് ഓരോ ഓഫീസിലൊരു പ്രിൻ്റർ ഉണ്ട്. അപ്പോൾ ആ പ്രിൻ്റർ ഒരു സിസ്റ്റത്തിലോട്ടേ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, ആ സിസ്റ്റത്തിൽ മാത്രമേ നമുക്ക് പ്രിൻറ്റിങ് പോസിബിൾ ആവൂ. പക്ഷേ നമുക്കില്ല ആ പ്രിൻ്റർ നെറ്റ്വർക്ക് സപ്പോർട്ടഡ് പ്രിൻ്റർ ആണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കത് ലാനിൽ കണക്ട് ചെയ്യാൻ പറ്റും. പ്രിൻറ്റേഴ്സിന് ലാൻ കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, ഒന്നുകിൽ അത് ഒരു കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ട് ബാക്കി വേറെ ഇല്ല സിസ്റ്റത്തിൽ നിന്ന് ലാൻ ത്രൂ ആക്സസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഡയറക്റ്റ് നെറ്റ്വർക്കിലോട്ട് തന്നെ പ്രിൻ്ററിനെ കണക്ട് ചെയ്തിട്ട് അത് നെറ്റ്വർക്ക് പ്രിൻ്ററായിട്ട് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമുക്ക് ഏത് സിസ്റ്റത്തിൽ ഇപ്പോൾ 10 സിസ്റ്റം ഉണ്ടെങ്കിൽ 10 സിസ്റ്റത്തിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് പ്രിൻറ്റിങ്, അതായത് നമ്മൾ അവിടെ പ്രിൻ്റ് കൊടുത്താൽ മതി. ഓരോ സമയത്തും ഏതിലാണോ പ്രിൻ്റർ കണക്ട് ചെയ്ത് അവിടെ പോയി പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഇരുന്നുകൊണ്ട് പ്രിൻ്റ് കൊടുത്താൽ എന്ത് ചെയ്യും, പ്രിൻ്റ് അവിടെ വരും. അതായത് പേപ്പർ നമ്മൾ കൊടുത്ത ഡാറ്റ അവിടെ പ്രിൻ്റ് ചെയ്തിട്ട് ഹാർഡ് കോപ്പി നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് ഷെയറിങ് ഓഫ് പെരിഫറൽ ഡിവൈസസ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രിൻ്റർ, സ്കാനർ, സ്പീക്കേഴ്സ്, അങ്ങനെയുള്ള ഡിവൈസസ് നമുക്ക് എന്ത് ചെയ്യാം, നെറ്റ്വർക്കിൽ കണക്ട് ചെയ്ത് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ദെൻ ഷെയറിങ് ഓഫ് പ്രോഗ്രാംസ് ആൻഡ് ഡാറ്റ. ഷെയറിങ് ഓഫ് പ്രോഗ്രാംസ് ആൻഡ് ഡാറ്റ നേരത്തെ പറഞ്ഞു. അതായത് ചില ആപ്ലിക്കേഷൻസ് അല്ലെ ചില പ്രോഗ്രാംസ്, പിന്നെ ഇതേപോലെ എന്താ ചില ഡാറ്റാസ് എന്ത് ചെയ്യാം, നമുക്ക് നെറ്റ്വർക്കിലൂടെ ഷെയർ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ വിൻഡോസിലാണെങ്കിൽ നമുക്കൊരു ഷെയർഡ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, വേറെ ഏത് സിസ്റ്റത്തിലും എഴുന്നിട്ടും ഈ സിസ്റ്റത്തിൻ്റെ യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ട് ആ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും, ഒരു സെയിം നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തതാണെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് ഇൻ്റർനെറ്റ് വെച്ചിട്ടും നമുക്ക് എവിടെയുള്ള ഡാറ്റ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ചില ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യുക, നമ്മുടെ മെയിൻ സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വേറൊരു ലാൻ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൽ ഇരുന്നുകൊണ്ട് ആ പ്രോഗ്രാം ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ നെക്സ്റ്റ് ഈസ് ബെറ്റർ ഷെയറിങ് ഓഫ് പെരിഫറൽ ഡിവൈസസ്, ഷെയറിങ് ഓഫ് പ്രോഗ്രാംസ് ആൻഡ് ഡാറ്റ. Then next is better communication. നമുക്ക് നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇതിലെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഇമെയിൽ. നമുക്ക് ഇമെയിൽ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, എവിടെയില്ല ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. പല ആപ്ലിക്കേഷൻസും വെച്ചിട്ട് ഇപ്പോൾ നമ്മളിപ്പം യൂസ് ചെയ്യുന്ന സൂം ആയാലും ഗൂഗിൾ മീറ്റ് ആയാലും ഇതിലെല്ലാം എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ത്രൂ നെറ്റ്വർക്ക് ഇൻ്റർനെറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എവിടെ ഇരിക്കുന്ന ആൾക്കാരോടുമായിട്ട് സംസാരിക്കുക. അതുപോലെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇമെയിൽ പറഞ്ഞൊന്നുമില്ലും ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, നമുക്ക് ലോകത്തിൻ്റെ ഏടിയുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ. ദെൻ security of information. Security of information. Security of information. നമ്മൾ നമ്മുടെ ഡാറ്റ നെറ്റ്വർക്ക് ത്രൂ സ്റ്റോറേജ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ചെയ്യുന്ന സിസ്റ്റത്തിലല്ലാണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറല്ലാണ്ട് നമുക്കിപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ക്ലൗഡ് സ്റ്റോറേജ് അവൈലബിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ഡ്രൈവ് യൂസ് ചെയ്യുന്നില്ലേ, നമ്മുടെ ഡാറ്റ എന്ത് ചെയ്യുക, കുറേ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതായത് നമ്മുടെ സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രശ്നമായി സിസ്റ്റത്തിലെ ഡാറ്റ പോയാലും എന്ത് ചെയ്യാം, നമുക്ക് അവിടെ നിന്ന് നെറ്റ്വർക്ക്, അതായത് ഇപ്പം നമ്മൾ ഗൂഗിൾ ഡ്രൈവിനാണെങ്കിൽ നമുക്ക് ഡ്രൈവിൽ നിന്ന് എന്ത് ചെയ്യാം, നമ്മൾ ഡാറ്റ റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ക്ലൗഡ് സ്റ്റോറേജ് ആണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിൽ നമ്മൾ വേറൊരു പ്ലേസിലാണ് എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റോറേജ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാം,
പിന്നീട് ആക്സസ് ചെയ്യാം. അത് സെക്യൂറാണ്. നമുക്ക് ഈ സിസ്റ്റം ഇപ്പം ഒരാൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു, അയാളുടെ പേഴ്സണൽ ഡാറ്റ എല്ലാം ഓഫീസ് സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് അയാൾ ആ ഓഫീസിൽ നിന്ന് അയാളൊന്ന് പുറത്താക്കി വെച്ചു, എന്ത് ചെയ്യുക, അപ്പോൾ ആ ഡാറ്റ എന്ത് ചെയ്യുക, അയാൾക്ക് പിന്നെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇയാൾ വേറെ ഏതെങ്കിലും ക്ലൗഡ് സ്റ്റോറേജിലോ വേറെ ഏതെങ്കിലും ഡ്രൈവിലോ അങ്ങനെ ഏതെങ്കിലും സ്റ്റോറേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ആ ഡാറ്റ എന്ത് ചെയ്യും, പിന്നെയും കിട്ടും. അപ്പോൾ സെക്യൂരിറ്റി ഓഫ് ഇൻഫർമേഷൻ, നമ്മുടെ ഡാറ്റ നമ്മൾ നെറ്റ്വർക്ക്ഡ് സ്റ്റോറേജ് ഓഫ് ഡാറ്റ പോസിബിളാണ്. അതായത് നമ്മൾ നെറ്റ്വർക്ക് ത്രൂ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും, വേറൊരു പ്ലേസിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ദെൻ ലാസ്റ്റ് വൺ ഈസ് ആക്സസ് ടു ഡാറ്റാബേസ്. ആക്സസ് ടു ഡാറ്റാബേസ്, അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു ബാങ്കിങ്ങിൻ്റെ സിസ്റ്റം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ബാങ്കിലായിരിക്കും അക്കൗണ്ട് തുടങ്ങുക. അപ്പോൾ അതിൻ്റെ ഏത് ബ്രാഞ്ചസ് എന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഡാറ്റാസ് ആക്സസ് ചെയ്യാൻ പറ്റും. കോർ ബാങ്കിങ് എന്ന് പറയും. ഈ ഡാറ്റാ ബേസ് എന്ത് ചെയ്യുക, നെറ്റ്വർക്ക് ത്രൂ ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുക, ആ യൂണിവേഴ്സിറ്റീൻ്റെ സ്റ്റോറേജ് ചെയ്ത് അവരുടെ മെയിൻ സെർവറിലായിരിക്കും. അപ്പോൾ ആ ഡാറ്റാബേസ് നമുക്ക് എവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുക, ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മൾ ചില ഇൻഫർമേഷൻ നമുക്ക് ആ ഡാറ്റാബേസിൽ നിന്നാണ് റിട്രീവ് ചെയ്യുക. ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത്, അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ അറിയില്ല. അപ്പോൾ നമ്മൾ ഇൻഫർമേഷനെല്ലാം സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ, ഇപ്പം നിങ്ങളെല്ലാവരും പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഇൻഫർമേഷൻ എന്ത് ചെയ്യുക, നമുക്ക് പിന്നെയും ആക്സസ് ചെയ്യുന്നില്ലേ. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യണം. അപ്പോൾ ഇപ്പം നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ കൊടുക്കണമെന്ന് വെച്ചാൽ അപ്പോൾ അതിൻ്റെ ഡാറ്റാബേസ് എന്ത് വേണം, അതിൻ്റെ ഇൻഫർമേഷൻ അവരുടെ ഡാറ്റാബേസിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അത് ആക്സസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഡാറ്റ ഞങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കമ്പനീൻ്റെ ഇതിലാണെങ്കിലും എന്ത് ചെയ്യും, ഒരു മെയിൻ ഡാറ്റാബേസിലുണ്ടാവും. ഇപ്പം ബാങ്കിങ്ങിൻ്റെ ആലോചിച്ചാൽ മതി. ഇപ്പോൾ ആ ഡാറ്റാബേസിലായിരിക്കും എല്ലാം സ്റ്റോർ ചെയ്യുക. അപ്പോൾ ആ ഡാറ്റാബേസിൽ നിന്നാണ് പിന്നെ എന്ത് ചെയ്യുക, എല്ലാവരും ആക്സസ് ചെയ്യുക. അതായത് നെറ്റ്വർക്ക് കണക്റ്റഡ് ആയിരിക്കും എല്ലാ ഡിവൈസസും. അപ്പോൾ അവർക്ക് ഏത് സിസ്റ്റത്തിൽ ഇരുന്നുകൊണ്ടും എന്ത് ചെയ്യുക, എല്ലാ എംപ്ലോയീസിനും ഡാറ്റ ആക്സസ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മളൊരു സിസ്റ്റത്തിലല്ല സ്റ്റോർ ചെയ്യുന്നത്, നമ്മൾ ഒരു സെർവറിൽ ആയിരിക്കും സ്റ്റോർ ചെയ്യുക. അത് എവിടെ ഇരുന്നുകൊണ്ടും എന്ത് ചെയ്യുക, ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡാറ്റ അവൈലബിൾ ആവുന്നത് എന്ത് ചെയ്യുക, ആ ഡാറ്റാബേസിൽ നിന്ന്. ഇപ്പോൾ നിങ്ങളിപ്പം ഗൂഗിളിലെല്ലാം സെർച്ച് ചെയ്യുന്നത്, നിങ്ങൾക്ക് അത് എവിടെ നിന്നാണ് കിട്ടുന്നത്, അത് ഗൂഗിളിൻ്റെ ഡാറ്റാബേസിൽ അതെല്ലാം സ്റ്റോർഡാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് ആക്സസ് ചെയ്യുന്നതാണ്. അപ്പോൾ ത്രൂ നെറ്റ്വർക്ക് വി ക്യാൻ ആക്സസ് ഡാറ്റാബേസസ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ്. ഇത്രയും പഠിച്ചു നോക്കുക. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഷെയറിംഗ് ഓഫ് പെരിഫറൽ ഡിവൈസസ്, ഷെയറിംഗ് ഓഫ് പ്രോഗ്രാംസ് ആൻഡ് ഡാറ്റ, better communication, security of information, then access to database. ഇത്രയും പഠിച്ചു നോക്കുക. അപ്പോൾ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നോട്ട്സ് ഞാൻ തരാം. നിങ്ങൾ ഗ്രൂപ്പിലൊരു ടെക്സ്റ്റ് ബുക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുടെ സിലബസ് പ്രകാരമുള്ള ടെക്സ്റ്റ് ബുക്കാണ്. അതിൻ്റെ 6th എഡിഷനാണ് പറയുന്നത്. ഞാൻ ഡൗൺലോഡ് ചെയ്തത് എനിക്ക് കിട്ടിയത് 9th എഡിഷനാണ്. ചെറിയ ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ട് എഴുതുക. ഓക്കെ.